ഓക്കെ, കൊള്ളുമായിരിക്കും, പരീക്ഷിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് ഹോം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ചധികം നാളായി. എന്തായാലും ഞാനിപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 വീഡിയോസ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകാം കേട്ടോ. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തെറ്റാലി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മിനി ക്രോസ് ബോ എന്ന് പറഞ്ഞൊരു ക്രോസ് ബോ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോയും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോവാണ്. അതായത് നമ്മൾ ക്രോസ് ബോയും അതുപോലെ തന്നെ നമ്മുടെ തെറ്റാലിയും കൂടെ കൂട്ടിച്ചേർക്കാൻ പോവാണ്. അപ്പോൾ ഒരു ക്രോസ് ബോയും സ്ലിംഗ് ഷോട്ടും വേണമെങ്കിൽ നമുക്കൊരു സ്ലിംഗ് ബോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോസ് ബോൻ്റെ ഈ ഫ്രണ്ട് ഭാഗമുണ്ട് ഇതിന്. അതുപോലെ തന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ റബ്ബറും ഉണ്ട് ഇതിൽ. ഗണ്ണ് പോലെ തന്നെ ട്രിഗറൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ താല്പര്യം ഇല്ലാത്തവർ നേരെ ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്യുക, ഏറ്റവും എൻഡിലോട്ട് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഭാഗത്തായിരിക്കും നമ്മളിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി എങ്ങനെയാണ് ഇതൊരു സ്ലിംഗ് ബോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വലിയ കാര്യമായിട്ട് ഉള്ള ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ട്രിഗർ ആണെങ്കിലും ക്രോസ് ബോൻ്റെ തെറ്റാലീൻ്റെ റബ്ബറും ഉണ്ട്. പിന്നെ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പ് എടുത്തിട്ട് പൈപ്പിൻ്റെ അറ്റത്തോട്ട് ഒരു സി പോലെ രണ്ട് മെറ്റലിൻ്റെ പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിലോട്ടാണ് നമ്മുടെ ഈ ക്രോസ് ബോൻ്റെ ഈ സ്പ്രിങ് കയറ്റിയിട്ടേക്കുന്നത്, ലീഫ് സ്പ്രിങ് കയറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ജസ്റ്റ് ഒരു തടിയുടെ കഷ്ണമാണെങ്കിലും കയറ്റിയിട്ട് ക്ലീനായിട്ട് വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. എന്തായാലും ഇച്ചിരി ഫേമായിട്ട് നല്ല കട്ടിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഒന്ന് വെൽഡ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഉണ്ടാക്കുന്ന പാർട്ടിലോട്ട് കിടക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മൾ പണ്ടൊരു വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു മിനി ക്രോസ് ബോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതുപോലെ സ്ലിംഗ് ഷോട്ടും നമ്മൾ ഉണ്ടാക്കിയിരുന്നു, തെറ്റാലി. അപ്പോൾ ഈ സ്ലിംഗ് ഷോട്ടും ഉണ്ട്, ഈ ക്രോസ് ബോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് ബോയിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെ നമ്മൾ ഈ സ്ലിംഗ് ഷോട്ടും കൂടെ ഈ ക്രോസ് ബോയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു സ്ലിംഗ് ഷോട്ട് ക്രോസ് ബോ ഉണ്ടാക്കാൻ പോവാണ്. മേ ബി സ്ലിംഗ് ബോ എന്ന് വേണം നമുക്ക് പറയാം അല്ലേ, ഒരു വെറൈറ്റി പേരിരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ മെറ്റലിൻ്റെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ് മെറ്റൽ പൈപ്പിലോട്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഈ മിനി ക്രോസ് ബോയിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ ഉള്ള റബ്ബർ വേണം. ഈ റബ്ബറായിരിക്കും നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇതിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഒരു ചെറിയ തടീൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഈ തടിയിലോട്ടാണ് നമ്മുടെ റബ്ബർ കൊണ്ടുപോയി കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇവിടെ ലെതറിൻ്റെ ഒരു പീസിനകത്ത് ചെറിയ 2 ലെതർ ഇങ്ങനെ റോൾ ചെയ്ത് ഇതിന് നടുക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇത് അടുത്ത് പോകാണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് കിട്ടിക്കുന്നുണ്ട്, ഇത് അടുത്ത് പോകും. അങ്ങനെ അടുത്ത് പോകാണ്ടിരിക്കാനായിട്ടാണ് 2 പീസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിനനുസരിച്ച് ചെറുതായിട്ട് വളയുന്നുണ്ട്. ഓക്കെ, ഞാനിതിൽ ചെറിയൊരു ത്രെഡാണ്, നൈലോണിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലൂടെ കൊണ്ടുപോയി നമ്മുടെ ട്രിഗറിലോട്ട് കൊണ്ടുപോയി ലോക്ക് ചെയ്യാനായിട്ടുള്ള മെക്കാനിസമായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും എളുപ്പത്തിൽ ലോഡ് ചെയ്യാനുള്ള സംഗതി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്. അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്.
കണ്ടല്ലേ? അപ്പോൾ ട്രിഗർ വലിച്ചാൽ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിനി ക്രോസ് ബോയിൽ നമ്മൾ സൈക്കിളിൻ്റെ സ്പോക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അറ്റമൊക്കെ നല്ല കൂർപ്പിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അതേ വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ ഭയങ്കര ഈ സാധനം തന്നെ വേണമല്ലോ ഇത് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള ഈ അമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു സ്ലിംഗ് ഷോട്ട് പോലെയാണെങ്കിൽ നമുക്ക് നിലത്തുനിന്ന് കല്ല് പെറുക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയത്. ആക്ച്വലി ഇതിങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ വർക്ക് ചെയ്യുമോ, നേരെ ചൊവ്വേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി, അതിനായിട്ടാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ടെസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ഞാൻ അവിടെ കൊണ്ടൊരു ബിയർ ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്, ഈ കാണുന്ന സ്ട്രിങ് നമുക്ക് ഈ ഒരു കൊളുത്തിൽ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട് കേട്ടോ, ഈ കൊളുത്തിൽ. അപ്പോൾ ഇച്ചിരി ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ നമുക്ക് വലിക്കുകയും വേണം, ഒരേ സമയം ഇത് കയറ്റി ഇടുകയും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ലോഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് ലോഡ് ചെയ്തിട്ടുണ്ട്. കല്ല്, ഇനി എന്തെങ്കിലും ചെറിയൊരു കല്ലെടുത്തിട്ട് കണ്ടോ, ഈ കല്ലെടുക്കുന്നു, ഇതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കുന്നു. കല്ലിവിടെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണേ. കൊള്ളുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പിടിയില്ല, എന്നാലും നമുക്ക് കൊള്ളുമോ നോക്കാം. നമുക്ക് കുപ്പിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, കൊള്ളുമായിരിക്കും, പരീക്ഷിക്കാം. കറക്റ്റ് കൊണ്ടല്ലോ, അടിപൊളി. അപ്പോൾ എന്തായാലും ഉന്നമുണ്ട്, മീൻസ് ഉദ്ദേശിച്ചിടത്ത് തന്നെ കൊള്ളുന്നുണ്ട് സാധനം. കുപ്പിയൊക്കെ പൊട്ടിപ്പോയി. കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്ലിംഗ് ഷോട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും പവറില്ല ഇതിന്, ഇച്ചിരി പവർ കുറവുണ്ട്. പക്ഷേങ്കിൽ നല്ല ആക്യുറസി ഉണ്ട്, നല്ല കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ചെന്ന് കൊള്ളുന്നുണ്ട്. തെറ്റാലി കൊണ്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് കൊള്ളണമെന്നൊന്നുമില്ല, കണ്ട വഴിയൊക്കെ പോകും. ഇതെന്തായാലും നമ്മൾ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്, പക്ഷേ ഇച്ചിരി പവർ കുറവ്. അതേസമയം നമ്മുടെ പഴയ മിനി ക്രോസ് ബോയ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പവർ കൂടുതലുമുണ്ട്. അപ്പോൾ രണ്ട് തമ്മിലൊരു ട്രേഡ് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത ഒരു വെപ്പണാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ചുമ്മാ നിലത്തുനിന്ന് ഒരു കല്ല് പെറുക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, കറക്റ്റായിട്ട് കൊള്ളുന്നുമുണ്ട്, ആവശ്യത്തിനുള്ള പവറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.